കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞ ദയാസുജിത്തിനെതിരെയുണ്ടെങ്കിൽ ഷഫീന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാ രീതിയിലുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള വല്ല വിഷയം വന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ മഞ്ജു പിള്ള ഉണ്ടെങ്കിൽ പ്രതികരിക്കുന്നതായിരിക്കും. പക്ഷേ ഇത്ര നാളായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദയാസുജിത്ത് ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു വ്ളോഗ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ തൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ മുംബൈ പോയി ഷോപ്പിംഗ് ചെയ്യുന്നതൊക്കെയായിരുന്നു വീഡിയോ. അതിനകത്തുണ്ടെങ്കിൽ അമ്മയടുത്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മയുണ്ടെങ്കിൽ എന്നെ ഉണ്ടെങ്കിൽ പിടിച്ചു കെട്ടാൻ പോവുകയാണ്, കയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ ഷഫീന പറഞ്ഞൊരു വാക്കൊക്കെ ആയിരുന്നു. അത് വെച്ചിട്ടാണ് ഇത് കണക്ക് ഷഫീനെ കളിയാക്കുന്നത്. എന്തായിരുന്നാലും മഞ്ജു പിള്ള ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല. ഇവർ രണ്ടുപേരുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് അവർ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതേ സൈഡിലൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഷഫീനയ്ക്കെതിരെ ഉണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ടുള്ളതെന്നുള്ളൊരു കാര്യം. എന്തായിരുന്നാലും അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷഫീന. എന്തായാലും ഇവർ അതിൻ്റെ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ഡ്രസ്സിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നത്തെ പറ്റി സംസാരിക്കാതെ അവരെല്ലാ ദിവസവും ഡെയിലി എങ്ങനെയാണെന്നോ അതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് തന്നെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഉണ്ടായുള്ള പിടിച്ച് പൂട്ടി ഇടും എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ അതൊക്കെ ഒരു തമാശ രീതി മാത്രമേ പറയുന്നുള്ളൂ.